എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീണ്ടും വന്നിരിക്കുകയാണ് എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് തൊഴിൽ അവസരങ്ങൾ. പുതുതായിട്ട് ഏകദേശം 100ഓളം വേക്കൻസികളാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിൽ 2025 കണക്കനുസരിച്ച് 3-ാം സ്ഥാനത്തുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഗ്ലാമറസ് കമ്പനികളിൽ ഒന്നായ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ UAE ഗവൺമെൻറ്റിന് കീഴിലുള്ള എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് 100ഓളം വേക്കൻസികളാണ് നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളത്. ഈ ഒരു വേക്കൻസിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ഒരു എമിറേറ്റ്സ് എയർലൈൻസിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. 62,000 മുകളിൽ ജോലിക്കാരുള്ള, അതിൽ 23,000 മുകളിൽ ഫീമെയിൽ എംപ്ലോയീസ് ഉള്ള, 170 മുകളിൽ നാഷണാലിറ്റീസ് ഉള്ള ഒരു വലിയ കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു കമ്പനിയിൽ ജോലി നേടിക്കഴിഞ്ഞാൽ ജോലി നേടുന്നവർക്ക് ഒരുപാടധികം ബെനിഫിറ്റ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു 6-7 ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ ബെനിഫിറ്റ് ക്യാഷ് ബെനിഫിറ്റാണ്. രണ്ടാമത്തത് മെഡിക്കൽ ഇൻഷുറൻസ്. മൂന്നാമത്തത് കൺസെഷണൽ ട്രാവൽ. നാലാമത്തത് എമിറേറ്റ്സ് പ്ലാറ്റിനം കാർഡ്. അഞ്ചാമത്തത് ട്രാവൽ ഡിസ്കൗണ്ട്. ആറാമത്തത് ആനുവൽ ലീവ്. ഏഴാമത്തത് ഇൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്. ഇങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല. ഈ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതുതായി വന്നിട്ടുള്ള വേക്കൻസികൾ, 100ഓളം വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിച്ചോട്ടെ. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന വേക്കൻസികളിൽ ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി യോഗ്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മറ്റൊരാളുടെയും വാക്ക് കേൾക്കാൻ നിൽക്കേണ്ട. ധൈര്യപൂർവ്വം അപേക്ഷിക്കുക. നിങ്ങൾക്ക് ഇതിലും മികച്ചൊരു അവസരം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടില്ല എന്ന് വരും. കാരണം അത്രയും വലിയ കമ്പനിയാണ്, മികച്ച അവസരമാണ്. ഈ ഒരു അവസരം പാഴാക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾ CV അപ്ലോഡ് ചെയ്യുന്ന സമയം, ഞാൻ കാര്യങ്ങളിലേക്ക് വരാം എങ്കിലും മുൻകൂട്ടി അതൊന്ന് പറയുകയാണ്. നിങ്ങൾ CV അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ CVയിൽ 2 നമ്പർ കൊടുക്കാൻ മറക്കരുത്. ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ നമ്പറും രണ്ടാമത്തത് നിങ്ങളുടെ വീട്ടിലെ ഇംഗ്ലീഷ് കാര്യങ്ങൾ അറിയുന്ന ആരുടെയെങ്കിലും നമ്പർ കൊടുക്കാൻ മറക്കരുത്. ഇനി വീട്ടിലെ ആർക്കും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആയവരുടെ ആരെങ്കിലും ഒരാളുടെ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ പിന്നിൽ നിന്ന് നിങ്ങൾക്ക് പണി തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ നമ്പർ കൊടുക്കരുത്. അത്രയും വിശ്വാസമുള്ള ഒരാളുടെ നമ്പർ കൊടുക്കുക. മികച്ചൊരു CV തന്നെ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ ആദ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സീനിയർ ടെക്നിക്കൽ എഞ്ചിനീയർ, പ്രിൻസിപ്പൽ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, സീനിയർ പെർഫോമൻസ് എഞ്ചിനീയർ, എയർപോർട്ട് സർവീസ് ഏജന്റ്, എയർപോർട്ട് സർവീസ് മാനേജർ, എയർപോർട്ട് സർവീസ് ഓഫീസർ, സീനിയർ ഡിവോപ്സ് ഡാറ്റ എഞ്ചിനീയർ, റിസോഴ്സ് പ്ലാനിംഗ് മാനേജർ, ലീഡ് എയർക്രാഫ്റ്റ് മെക്കാനിക്, സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജന്റ്, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഗ്രാജുവേറ്റ് അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ, ഹെഡ് ഓഫ് സെൻട്രൽ ഗ്രൗണ്ട് സർവീസ്, അജിലെ ഡെലിവറി ലീഡ്, ഫ്ലൈയിൻ ഇൻസ്ട്രക്ടർ, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, മാനേജർ സെക്യൂരിറ്റി ഓപ്പറേഷൻസ്, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, ട്രെയിനിംഗ് ഓഫീസർ, പാക്സ് എൻ്റർടൈൻമെൻറ്റ് ഓപ്പറേഷൻ ആൻഡ് ലോജിസ്റ്റിക് കൺട്രോളർ, ഓർഗനൈസേഷൻ ഡിസൈൻ മാനേജർ, ഡിപ്പാർട്ട്മെൻറ്റ് സബ്ജക്ട് മാറ്റേഴ്സ് സ്ട്രാറ്റജി ആൻഡ് ഇൻസൈറ്റ് സ്പെഷ്യലിസ്റ്റ്, സൂപ്പർവൈസർ എയർപോർട്ട് സർവീസസ്, സെയിൽസ് മാനേജർ, കാർഗോ സിസ്റ്റം മാനേജർ, സൂപ്പർവൈസർ എയർപോർട്ട് സർവീസസ്, EEMC മാനേജർ, ട്രാവൽ കൺസൾട്ടൻറ്റ്, പ്രൈസിംഗ് എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ ഓവർഹോൾ ടെക്നീഷ്യൻ ഇൻ എൻജിൻ ഷോപ്പ്, ഇന്റർനാഷണൽ ആൻഡ് ഗവൺമെൻറ് അഫെയർ അനലിസ്റ്റ്, ക്വാളിറ്റി സ്പെഷ്യലിസ്റ്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, മാനേജർ DNAT കൺസൾട്ടിംഗ്, റവന്യൂ ഒപ്റ്റിമൈസേഷൻ അനലിസ്റ്റ്, പ്രൊജക്ട് സ്പെഷ്യലിസ്റ്റ്, ട്രാവൽ കൺസൾട്ടൻറ്റ്, സീനിയർ ടെക്നിക്കൽ എഞ്ചിനീയർ, സ്പോൺസർഷിപ്പ് ആൻഡ് ഇവൻറ്റ്സ് ടിക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, സീനിയർ എയർപോർട്ട് സർവീസ് ഏജന്റ്, സൂപ്പർവൈസർ എയർപോർട്ട് സർവീസ്, സീനിയർ കാർഗോ അസിസ്റ്റന്റ്, സീനിയർ കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജന്റ്, സീനിയർ സപ്ലൈ ചെയിൻ അസിസ്റ്റന്റ്, എഞ്ചിനീയറിംഗ് ഫെസിലിറ്റീസ് മെയിൻ്റനൻസ് കൺട്രോളർ, സെയിൽസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജർ, മെയിൻ്റനൻസ് ടെക്നീഷ്യൻ DWC, എഞ്ചിനീയർ ടെക്നിക്കൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, എയർ സൈഡ് സർവീസ് ഡെലിവറി സൂപ്പർവൈസർ ട്രെയിനി, എയർപോർട്ട് സർവീസ് മാനേജർ, എയർപോർട്ട് സർവീസ് അഡ്മിൻ ഓഫീസർ, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ടീം ലീഡർ, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് മാനേജർ, ക്ലിനിക് സർവീസ് മാനേജർ, സീനിയർ BI ഡെവലപ്പർ, അഡ്മിനിസ്ട്രേഷൻ സൂപ്പർവൈസർ, അഡ്മിനിസ്ട്രേറ്റർ,
പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫീസർ, മാനേജർ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഡിസൈൻ, മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ഡ്രാഫ്റ്റ്മാൻ, റീജിയണൽ എക്സ്പ്രസ് മാനേജർ, സീനിയർ ഡാറ്റ സയൻറ്റിസ്റ്റ്, സെക്യൂരിറ്റി ഏജൻറ്റ്, സീനിയർ സെക്യൂരിറ്റി ഏജൻറ്റ്, സീനിയർ കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജൻറ്റ്, ലൈസൻസ്ഡ് ഫ്ലൈറ്റ് ഡിസ്പാച്ചർ, സീനിയർ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, ലീഡ് ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നാഷണൽ ഗ്രാജുവേറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമർ, സീനിയർ ക്വാളിറ്റി അഷുറൻസ് എഞ്ചിനീയർ, കസ്റ്റമർ സർവീസ് അസിസ്റ്റൻറ്റ്, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ഏജൻറ്റ്, സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ലീഡ് എയർക്രാഫ്റ്റ് മെക്കാനിക്, സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സിന്തറ്റിക് ഫ്ലൈറ്റ് എക്സാമിനർ, സിന്തറ്റിക് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ, ഇൻ്റർനാഷണൽ ബാച്ചിലേഴ്സ് സ്കോളർഷിപ്പ് പ്രോഗ്രാമർ, സെക്യൂരിറ്റി കോർഡിനേറ്റർ, ഔട്ട്സ്റ്റേഷൻ ഗ്രാജുവേറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമർ, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, ടേക്ക് ഓഫ് ഇൻ്റർൺഷിപ്പ് പ്രോഗ്രാമർ, IT ഗ്രാജുവേറ്റ് പ്രോഗ്രാമർ, ക്യാബിൻ സർവീസ് അസിസ്റ്റൻറ്റ്, മെറ്റീരിയൽ പ്ലാനിംഗ് സൂപ്പർവൈസർ, കസ്റ്റമർ സർവീസ് റോൾസ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ, നാഷണൽ കാഡറ്റ് പൈലറ്റ് പ്രോഗ്രാമർ, നാഷണൽ ഗ്രാജുവേറ്റ്. ഇത്രയും വേക്കൻസികളാണ് നിലവിൽ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികൾ എല്ലാം UAEയിലേക്ക് മാത്രമല്ല, ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. UAE, ഓസ്ട്രേലിയ, ഇന്ത്യ, സിംഗപ്പൂർ, ബ്രസീൽ, US, ചൈന, ഫിലിപ്പീൻസ്, UK, നെതർലാൻഡ്, റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, പാകിസ്ഥാൻ, കുവൈത്ത്, ഈജിപ്ത്, അൾജീരിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് നിലവിൽ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. 100ഓളം പേരെയാണ് ആവശ്യമുള്ളത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 109 പൊസിഷനുകളിലേക്കാണ് നിലവിൽ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട്. ഇത് എമിറേറ്റ്സ് എയർലൈൻസ് നേരിട്ട് ഡയറക്റ്റ് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ₹1 പോലും ചിലവില്ലാതെ കമ്പനിയിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു സുവർണാവസരമാണ്. ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നോക്കാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ പോകുന്നത് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഒഫീഷ്യൽ കരിയർ സൈറ്റിലായിരിക്കും, പേജിലായിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വേക്കൻസി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് അവിടെ സ്ക്രോൾ ചെയ്താൽ കാണാൻ കഴിയുന്നതായിരിക്കും. അതിൻ്റെ മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ടാവും. ജോബ് പർപ്പസ്, അതേപോലെ തന്നെ അതിലേക്ക് റോൾ എന്തൊക്കെയായിരിക്കും, എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് വേണ്ടത്, ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത്, സാലറി, ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെല്ലാം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ അതിലൊക്കെ ഓക്കെ ആണെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു അപ്ലൈ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എമിറേറ്റ്സ് എയർലൈൻസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇതിന് മുന്നേ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ആ ഒരു പേജിലായിട്ട് താഴെ നിങ്ങൾക്ക് ന്യൂ യൂസർ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു ന്യൂ യൂസർ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം നിങ്ങൾ അവിടെ ഒരു ഫോം കാണുന്നതാണ്. രജിസ്ട്രേഷൻ ഫോം ഉണ്ടായിരിക്കും. ആ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിൽ CV അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ CV അപ്ലോഡ് ചെയ്യുക. CV അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ CVയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ മാറ്റി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ശേഷം CV അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ എമിറേറ്റ്സ് എയർലൈൻസിൽ ജോലി കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. 1 മാസത്തിനുള്ളിൽ എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് ഒരുപക്ഷെ വീഡിയോ കോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻഷാല്ലാ ആ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ CV അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യോഗ്യതയുള്ള താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തോളൂ. ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അവസരത്തിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഒരാളുടെയും വാക്കിന് കാത്തു നിൽക്കേണ്ട, ഇപ്പോൾ തന്നെ അപേക്ഷിച്ചോളൂ.